ഹായ് കൂട്ടുകാരെ, ഞാൻ ദിവ്യ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കംബോഡിയൻ മുന്തിരിയുടെ വീഡിയോ ഇട്ടായിരുന്നു. അതിനെ തുടർന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആർച്ചിൻ്റെ മറുവശത്ത് കൂടെ ഒരു മുന്തിരിത്തൈ നടാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കൊറിയർ വന്ന മുന്തിരി. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ നടാൻ വേണ്ടി എടുക്കുന്നത് അടിഭാഗം ഹോളുള്ള ഒരു പാത്രമാണ് കേട്ടോ. ഇതാവുമ്പോൾ വേരിറങ്ങിപ്പോവാൻ സുഖമാണ്. ഇതിന് നല്ലതുപോലെ വേരിറങ്ങിപ്പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ മുന്തിരി. അപ്പോൾ എന്താണെങ്കിലും അടിഭാഗം ഹോളുള്ളതാവുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് വേരിറങ്ങിപ്പോവാൻ എളുപ്പമായിരിക്കും. അപ്പോഴത്തേനും നമ്മൾ ആദ്യമായിട്ട് കോഴിവളമാണ് കേട്ടോ അടിവളമായിട്ട് ചേർക്കുന്നത്. അതിന് ശേഷം നമ്മൾ വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ ചകിരിച്ചോറ്, ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സ്ചർ ഇട്ട് കൊടുക്കും. അതിന് ശേഷം നമ്മുടെ സാദാ മണലും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരുപാട് മണ്ണിടേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തൈ എടുത്ത് അതിൻ്റെ ആ ഒരു കവറിങ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിഭാഗം ആ റൂട്ട് വന്ന ഭാഗം ഉണ്ടല്ലോ, ഒന്ന് ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ റൂട്ടിൻ്റെ ഭാഗത്തുള്ള മണ്ണൊന്ന് മാറ്റി കൊടുക്കുകയോ ചെയ്തിട്ട് വേണം നമ്മളിത് നട്ട് കൊടുക്കാനായിട്ട്. എന്തെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേരിറങ്ങി ചെടി പിടിച്ചോളൂ കേട്ടോ. അത് മുന്തിരി എന്നല്ല, ഏതൊരു ചെടി നമ്മൾ നഴ്സറിയിൽ നിന്ന് വന്നാലും അടിഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ മണ്ണ് കുറച്ചൊന്ന് മാറ്റി കൊടുത്തിട്ട് നടുവാണെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും 2 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം നമ്മൾ ആദ്യം നട്ട മുന്തിരി നമ്മുടെ ആർച്ചിൻ്റെ പകുതിയോളം എത്തി. ഇപ്പോൾ 1 വർഷം ആകുന്നതേ ഉള്ളൂ. എന്നാൽ നല്ല തിക്കായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഈ കൃഷിക്കാഴ്ചകളുമായിട്ടുള്ള ഈ സക്സസ് ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ.